ഹലോ. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഞങ്ങൾക്ക് കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയം, അതായത് കുറച്ച് പർച്ചേസും വേറെ പല സ്ഥലത്തും പോകാനൊക്കെ ഉണ്ടായിരുന്നു. പോകാൻ ഇറങ്ങുമ്പോഴാണ് അവളുടെ കോള്. ഹലോ എടാ, ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഒരു ചെറിയ കേക്ക് ആക്കി തരുമോ, അതൊന്ന് കുറച്ച് പരത്തിയിട്ടാണെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണോ ഓർമ്മ വരുന്നത്? ഓക്കെ കുഴപ്പമില്ല എന്നും പറഞ്ഞ് തുടങ്ങി അങ്ങ് കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് പരത്തിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ആക്കിയിട്ട് അതിനെ കുറച്ചൊന്ന് പരത്തിയിട്ട്, ഒരുപാടങ്ങ് പരത്തിയിട്ടെന്ന് പറയാൻ കഴിയില്ല, എന്നാൽ 6ൻ്റെ അളവിലും അല്ല, ആ ഒരു രീതിയിൽ ഒന്ന് പരത്തിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് പീസ് കുറച്ചും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആക്കിയിട്ട്. ഇതിപ്പം ബേസ് യൂസ് ചെയ്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. അപ്പം ഒരു മീഡിയം സൈസിൽ ഒന്ന് പരത്തിയിട്ടുണ്ട്. ഒരുപാടങ്ങ് പരത്തി കഴിഞ്ഞാൽ കാണാൻ ഭംഗിയും ഉണ്ടാവില്ല, എന്നാൽ ഒരുപാട് നമുക്ക് പണിയുമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങോട്ട് ചെയ്തെടുത്തു. ഉള്ളിൽ ഫില്ലിങ്സ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിന് നോർമലി നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും അങ്ങ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്രം കോട്ടൊക്കെ കഴിഞ്ഞ് സെറ്റാക്കാനോ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പം ഞാൻ സെക്കൻഡ് ഐസിങ്ങും സ്പോട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ഇവളുടെ തന്നെ ബ്രദറിന് കഴിഞ്ഞ ഇതിൻ്റെ തലേത്തെ ദിവസം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന കുറച്ച് ക്രീം ബാക്കിയുണ്ട്. പിന്നെ അവൾ പറഞ്ഞ കളറോ സെയിം, എൻ്റെ അടുത്ത് ഉള്ള കളറും സെയിം. അപ്പോൾ ആ ഒരു ഡ്രസ് കോമ്പിനേഷൻ ആയിരിക്കും, കളർ കോമ്പിനേഷൻ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പർപ്പിളും പിങ്കും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രീൻ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതുള്ളതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്ത് ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റ് വീഡിയോസിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു പിങ്കും പർപ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പിങ്കിന് കുറച്ചും കൂടെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ട് കുറച്ച് വലിയ നമ്മുടെ സ്റ്റാർ നോസിലില്ലേ, ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒരു വലുതും അതിന് ചെറുതും അതിനേക്കാളും ചെറുതും കൊടുത്തു. പിന്നെ ലീഫ് ഞാൻ കൊടുത്തിട്ടുള്ളത് നോസിൽ നമ്മൾ റോസ് ഫ്ലവേഴ്സ് വരക്കുന്ന നോസിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് ലീഫ് വരക്കാമെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു ലീഫിൻ്റെ വേവ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പർപ്പിൾ ലൈറ്റ് ഷെയ്ഡിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞത് അവളുടെ ബ്രദറിന് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഡാർക്ക് പർപ്പിളായിരുന്നു. പിന്നെ ഇതിൽ ലൈറ്റ്, അപ്പോൾ സെയിം ഏകദേശം കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ്. പിന്നെ ഞാനിത് ഇവിടെ ഷെൽ നോസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ആ ഫ്ലവേഴ്സിൻ്റെയും ആ ഒരു ഷെൽ നോസിൽ വെച്ചതിൻ്റെയും ഇടയിലൊക്കെ ഒരു ഗ്രീൻ ടച്ച് കൊടുത്താലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും പിന്നെ ക്രീം എന്നോട് പറയുക, എന്നെ കൊണ്ടൊന്നും വയ്യ, അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജസ്റ്റ് വെച്ച് ടച്ച് ചെയ്ത് അങ്ങ് ഒപ്പിച്ച് വെച്ച് റെഡിയാക്കി എടുത്തിട്ടാ. പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻസ് കൊടുത്തതെന്ന് വെച്ചാൽ അത്രയും സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത്രയും സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ താഴെ ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ പിങ്ക് തന്നെ ലീഫ് നോസിലിൻ്റെ അടുത്ത് ഇട്ടിട്ടാണ് ജസ്റ്റ് വേവ്സ് കൊടുത്തിട്ട് ആ ഒരു ഡിസൈനിങ് കൊടുത്തു. പിന്നെ നമ്മളെപ്പോഴും സ്ക്വയർ കേക്ക് ആക്കുന്ന സമയത്ത് ഷാർപ്പ് എഡ്ജ് ചെയ്യുമ്പം ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അതിൽ എത്ര സിമ്പിൾ ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ കേക്കിന് ഫൈനൽ ലുക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ലൈറ്റ് ആയിക്കോട്ടെ ഡാർക്കായിട്ട് കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക ക്യൂട്ട്നെസ്സാണ്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ലീഫും പിന്നെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ ബീഡ്സും ഒക്കെ അങ്ങ് വാരി വിതറിക്കഴിഞ്ഞാൽ അതിനേക്കാളും ക്യൂട്ട്നെസ് കിട്ടും. അപ്പം ഞാൻ കുഞ്ഞ് ഷുഗർ ബീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടതിന് ശേഷം വലിയതും അതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലും ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, ആനിവേഴ്സറി ആയിട്ട് നസീറ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററായിരുന്നു, ഉമ്മയുടെ അനിയത്തിയുടെ മോള്. അപ്പോൾ അവൾക്ക് ആ ഒരു ഇതും കൂടെ എഴുതിയിട്ട് എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിൽ പാക്കിങ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്പോട്ടിൽ ഞാൻ പോയിട്ട് അങ്ങോട്ടെത്തി കണ്ണൂരൊക്കെ എത്തിയ സമയത്തുണ്ട് ബ്രദർ വിളിക്കുന്നു, അവളുടെ കേക്ക് ആയോ എന്ന് ചോദിച്ചു. ഞാൻ കേക്കെല്ലാം ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഉമ്മാടെ അടുത്ത് തരാൻ പറഞ്ഞു, ബാക്കിയെല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിനി, അപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ്